വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വണ്ടി കണ്ടല്ലോ, ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു RC കാറ് ഇത് നമ്മുടെ WL ടോയിൻ്റെ അക്രോസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡ്യൂൺ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാറാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരത്തൊക്കെ ഈ കാറുകളുണ്ടാവും. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. കുറേ പേര് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാറ് കംപ്ലൈൻ്റ് ആയി, മെയിനായിട്ട് ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ, ഇതൊരു WL ടോയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഹോബി ഗ്രേഡിലോട്ട് നമുക്ക് ശരിക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ച് നിങ്ങൾക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്ക് കൊടുക്കാം റിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ പെർഫോമൻസ് മാറ്റിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം. ഈ ഒരു കാർ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല. അപ്പോൾ അതെ, ഇത് കണ്ടോ, അക്രോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂൺ ടയേഴ്സാണ് ഇതിന് വരുന്നത്. കണ്ടോ, ഡ്യൂൺ ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിലും അതേപോലത്തെ മണ്ണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടയേഴ്സാണ്. കാരണം നോർമൽ ടയേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഓടണം എന്നില്ല. ഇതിട്ട് കഴിഞ്ഞാൽ മണ്ണിലൂടെയൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കോളും. ഇതിൻ്റെ ബോഡിയൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല പ്ലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. പിന്നെ മെറ്റൽ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഷോക്ക് സസ്പെൻഷൻ ഓയിൽ സസ്പെൻഷൻ അല്ല, നോർമലി ഉള്ളൊരു സസ്പെൻഷനാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ സസ്പെൻഷൻ ആക്കാം, അതിലോട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടയേഴ്സ് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ലുക്ക് വരും. പിന്നെ ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ റിമോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. WL ടോയിൻ്റെ റിമോട്ടല്ല, ഇതൊരു ഹോബി ഗ്രേഡ് RCയുടെ FM റിമോട്ടാണ്. FM റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ആൻറ്റിനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല, പക്ഷേ FM റിമോട്ട് ആണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പണി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. കണ്ടോ, ഇത് ഓപ്പൺ ആക്കാൻ നേരത്ത് ഇതാണ് ഇതിൻ്റെ ചാസി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മുടെ റിമോട്ടിൻ്റെ റിസീവറാണ് കേട്ടോ. ഈ സാധനം നമ്മുടെ റിമോട്ടിൻ്റെ റിസീവറാണ്. പിന്നെ ഇതാണ് ESC. ഇത് ശരിക്കും ഈ വണ്ടിക്ക് ഈ ഒരു ESC അല്ല വരുന്നത്. ഇത് ഹോബി ഗ്രേഡിൻ്റെ ESC നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മോട്ടർ നമ്മൾ മാറിയിട്ടുണ്ട്. കണ്ടോ, ക്രോളറിൻ്റെ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഗിയേഴ്സ് കണ്ടോ, ഇത് മെറ്റൽ ഗിയേഴ്സാണ് ഗൈസ്. കാരണം ഈ വണ്ടിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഗിയറാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഗിയേഴ്സൊക്കെ മാറ്റി മെറ്റൽ ഗിയറാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പക്ഷേ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഗിയർ ബ്രേക്കായി പൊട്ടിപ്പോവുകയോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഒരുപാട് ഓടിക്കാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടർ കുറച്ചൊരു അടിപൊളി മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പവറും ടോർക്കും വണ്ടിക്ക് കിട്ടും. ക്രൗൾ ചെയ്ത് കയറി പോകാനും, അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണിൽ ആക്സിലേഷൻ കൊടുത്താൽ പെട്ടെന്ന് കയറി പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ഒരു സംഭവം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ സെറ്റപ്പ്, ഫ്രണ്ട് സസ്പെൻഷൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുണ്ടോ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പോയി കണക്ഷൻ പോയി സെൻട്രലിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ESC സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ റിസീവർ കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലിപ്പോ ബാറ്ററി വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലോട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഈ സംഭവം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഈ സാധനം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് കുറച്ച് പൊട്ടി. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയായിരുന്നു നമ്മുടെ സാലിക് ബ്രോ ആയിട്ട്. അപ്പോൾ സാലിക് ബ്രോ എന്ന് വെച്ചാൽ അൺബോക്സിങ് ഡ്യൂഡായിട്ട് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെ ഇട്ട് ഓടിച്ചത് നിറച്ച് പൊടിയായിട്ടുണ്ട്. കണ്ടോ, മൊത്തം പൊടിയാണ്. ഇനി ഇവനൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇത് ഫാനാട്ടോ, ഇതൊക്കെ പൊടി പിടിച്ചുണ്ടോ, നല്ല പൊടിയുണ്ട്. ഒരു സസ്പെൻഷനൊക്കെ എന്തോ ലീക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഇവനെ ഓടിക്കുന്നതിന് മുന്നേ ഇത് കണ്ടോ, അതായത് ആ ഗിയേഴ്സ് കവർ ചെയ്യാനുള്ളൊരു കവറാണ്. അപ്പോൾ ആ കവർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഓടിക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി, അതായത് ഇതിന് മേടിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് വെച്ചാൽ 2200 mAh 47.4 volt 2S ലിപ്പോ ബാറ്ററിയാണ് ഗൈസ് ഇതിന് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈ കവറൊന്നും ഇടാം. കവർ ഇവിടെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തിടണം. എന്നിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഓടിക്കാം. അങ്ങനെ സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മര്യാദക്ക് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഗിയർ സ്ലിപ്പായി പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ കിട്ടും.
അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ആ കവർ സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ഈ മെറ്റൽ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാധനം. അതായത് മോട്ടറിൻ്റെ വെയിറ്റ് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു വെയിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഈ സാധനം മെറ്റൽ സംഭവം വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഓണാക്കാം. ഏതാണ് സ്വിച്ച് കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊക്കെ കേട്ട് ലൈറ്റ് എത്തുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ട് ഓണാക്കാം. ഗ്യാസ് റിമോട്ട് ഓണായി. യെസ് ഗൈസ്, നമ്മുടെ സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഇവനെ പുറത്ത് കൊണ്ടുപോയി ഓടിച്ച് നോക്കാം. എന്താണ് ഇതിൻ്റെ പെർഫോമൻസിൽ വന്നിരിക്കുന്ന ചേഞ്ച് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് ഇത് വെച്ചിട്ട്. പക്ഷേ ഇത് സ്പീഡിൽ പോകുന്ന മോട്ടർ കാര്യങ്ങളൊന്നും അല്ല വെച്ചേക്കുന്നത്, ക്രോളർ മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ ആയിരിക്കുള്ളൂ. പക്ഷേ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. അതായത് സ്റ്റോക്ക് WLൻ്റെ അക്രോസും എന്താ പറയുക അത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഹോബി ഗ്രേഡ് ആക്കിയ അക്രോസിൻ്റെ പെർഫോമൻസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ. അങ്ങനെ നമ്മുടെ വണ്ടി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഏരിയയിലാണ് കേട്ടോ, ഇത്ര നീട്ടമുണ്ട്. അവിടെ ചാടി ചാടി കയറുന്നൊക്കെ ഉണ്ട്. ഓ ഗൈസ്, പവർ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ചാടിച്ചാറികളുടെ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വലിയ പവർ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഒരുപാടൊന്നും കൂടിയിട്ടില്ല, പക്ഷെ കുറച്ച്. പിന്നെ ടോർക്ക് കൂടിയിട്ടുണ്ട്, വണ്ടിയുടെ ടോർക്ക് കൂടിയിട്ടുണ്ട്. അതായത് ആ മോട്ടർ നമ്മൾ വേറെ മോട്ടർ സെറ്റ് ചെയ്ത് കാരണം ടോർക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയി കുറേ പേരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഹോബിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ റിമോട്ട്, ഇതിൻ്റെ എന്താ പറയുക, ഈ റിസീവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ എളുപ്പത്തിൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹോബിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ESC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2S ബാറ്ററിയിലാണ് കണക്ട് ചെയ്ത് ഓടിച്ചത്. ഇത് നിങ്ങൾക്ക് ഈ ESCക്ക് പകരം 3S ESC വെക്കാൻ പറ്റും. 3S ESCയും കുറച്ചും കൂടി പെർഫോമൻസ് ഉള്ള സ്പീഡുള്ള മോട്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഹെവി സ്പീഡാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ഇതൊരു ക്രോളറിൻ്റെ മോട്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഒരു നോർമൽ ESC ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെർവോ അതിൻ്റെ എന്താ പറയുക, ഈ വണ്ടിയുടെ കമ്പനി സെർവോൻ്റെ സെയിം സൈസിലുള്ള ഹോബി ഗ്രേഡ് സെർവോ എടുക്കുക, അതും കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു ESC ഈ വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഹോബി ഗ്രേഡ് ESC സെറ്റ് ചെയ്യുക, ഒരു മോട്ടർ അതേപോലെ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കമ്പനി മോട്ടറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം, ഈ വണ്ടിയുടെ റിയൽ മോട്ടറിൽ തന്നെ നമുക്ക് പണിയാം, സീനൊന്നുമില്ല. പക്ഷേ കുറച്ചൊരു സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ മാറ്റുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ആ മോട്ടർ മാറ്റാം, ESC വെക്കുക, പിന്നെ ഒരു സെർവോ എടുക്കുക, പിന്നെ ഒരു 2000 രൂപ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു റിമോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ വണ്ടി പണിതെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. ഈ വണ്ടി കംപ്ലൈൻ്റ് ആയി എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതും കിട്ടുമെന്ന് നോക്കുക. പിന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അപ്പോൾ വണ്ടി വെറുതെ ആരും വെക്കണ്ട, മാക്സിമം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്ഷൻ സംഭവമാണ്. നിങ്ങൾക്ക് ഇതേ ഒരു സാധനം കാണിച്ചാൽ ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗോൾഡൻ കളറും മെറ്റൽ പീസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഡ്രിഫ്റ്റ് കാറിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഗൈസ്. കണ്ടോ, ഇതാണ് ഒരു ഡ്രിഫ്റ്റ് കാറിൻ്റെ പ്ലാറ്റ്ഫോം. അതായത് ബെൽറ്റ് ഡ്രൈവ് സംഭവങ്ങളൊക്കെയാണ്. കണ്ടോ, ബെൽറ്റൊക്കെ കുറേ ബെൽറ്റും കുറേ ക്വാളിറ്റി ഉള്ള പാർട്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി, ഇതിൻ്റെ ഒരു ബെൽറ്റ് സംഭവം സ്ലിപ്പായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഫുള്ള് അഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കണം. കിട്ടില്ല, പ്ലാറ്റ്ഫോമാണ്, ഡ്രിഫ്റ്റ് കാറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇത് വെയിറ്റൊക്കെ ബാലൻസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇത് കണ്ടോ, അടിഭാഗം കണ്ടോ, കാർബൺ ഫൈബറൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിസാൻ R35 പോലത്തെ സെയിം പ്ലാറ്റ്ഫോം തന്നെ ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ഇതിൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത RC ആയിട്ട് FJ ക്രൂസറിൻ്റെ ഓഫ് റോഡ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത RC ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.